الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث موسى إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മൂസാ നബി അലൈഹിസ്സലാമയുടെയും ജനതയുടെയും ഫിർഔൻ്റെയും പ്രമാണിമാരുടെയും കഥ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്ര കഥ അല്ലെങ്കിൽ സംഭവം മൂസാ നബിയുടെ ജനതയുടെയും ഫിർഔൻ്റെയും കഥ തന്നെയായിരിക്കും. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും മൂസ അലൈഹിസ്സലാമയുടെ അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ച തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരുപക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയുടെ സ്വഭാവത്തോട് ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ സദൃശ്യപ്പെട്ട് നിൽക്കുന്നത് മൂസ നബിയുടെയും ഖൗമിൻ്റെയും സ്വഭാവമാണ് എന്ന് തോന്നുമാറാണ് ചരിത്രത്തിലെ പല സംഭവവികാസങ്ങളും അരങ്ങേറിയിട്ടുള്ളത് എന്ന് ചരിത്രം ഒന്ന് ആഴത്തിൽ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കണം മൂസാ നബി അഭിമുഖീകരിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കണം. അപ്പോൾ ആ കഥയിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിങ്ങനെ ആവർത്തിച്ച് പല സ്ഥലത്തും പല സന്ദർഭങ്ങളിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷെ ഓരോ ആവർത്തനത്തിലും എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സവിസ്തരം കഥ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ച സൂറത്തുൻ നാസിയാത്തിലെ ആയത്തുകളിൽ 79-ാം അധ്യായത്തിൽ ചില ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ കേൾപ്പിച്ചത്. അതിൽ ഹ്രസ്വമായി ആ കഥ പരാമർശിച്ചു പോകുന്നേ ഉള്ളൂ. ആ കഥ പരാമർശിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അന്ന് അവർക്ക് പഠിപ്പിച്ചതും അതിന് മുമ്പുള്ള പ്രവാചകന്മാർക്ക് പഠിപ്പിച്ചതും അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചതും ഇന്നീ പഠിപ്പിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്.
അപ്പം എന്നും എല്ലാ കാലത്തും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വിവിധ ദേശങ്ങളും ഭാഷകളും രൂപങ്ങളും ഭാവങ്ങളും നയനിലപാടുകളുമൊക്കെ ആവുമെങ്കിലും പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഇവിടെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഹൽ അതാക ഹദീസു മൂസ, മൂസയുടെ കഥ നിനക്ക് ലഭ്യമായിട്ടുണ്ടോ, നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? ഇതിനാദാഹു റബ്ബുഹു, തുടക്കത്തിൽ നിന്ന് തുടങ്ങുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ജനനം മുതൽ കഥ പറയുന്ന വേറെ ചില സൂറത്തുകൾ. ഇവിടെ ആ ഭാഗമൊക്കെ വിട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവാചകനായി നിയമിക്കാൻ വേണ്ടി തുവാ താഴ്വരയിൽ വെച്ച് സംബോധന ചെയ്ത രംഗം കൊണ്ട് തുടങ്ങുക. ഇതിനാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ, തുവയുടെ പരിശുദ്ധ താഴ്വരയിൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് വിളിച്ച സന്ദർഭം സ്മരണീയമാണ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, നീ ഫിർഔന്റെ അടുത്തേക്ക് പോവുക, അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിര് കവിച്ച് ഇസ്റാഫ്, തബ്ദീർ മുതലായവ ആയി ജീവിക്കുന്ന അന്നത്തെ ഏറ്റവും വലിയ ഒരു ചക്രവർത്തിയാണ്. അങ്ങനെയുള്ള ആ ചക്രവർത്തിയുടെ അടുത്തേക്ക് പോവുക. എന്നിട്ട് ഫഖുൽ, നീ അവനോട് ചോദിക്കുക, ഹൽ ലക ഇലാ അൻ തസക്ക, നിന്റെ ഈ തോന്നിയാസമൊക്കെ അവസാനിപ്പിച്ചിട്ട് പരിശുദ്ധത നേടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഹ്രസ്വമായി അത് പറയാം. വഅഹദിയക ഇലാ റബ്ബിക ഫതഖ്ഷ, ഞാൻ നിനക്ക് നിന്റെ രക്ഷിതാവിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്ന് പറയാം. എന്നിട്ട് ആ രക്ഷിതാവിൻ്റെ നിയമ നടപടികളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നീ സന്നദ്ധനാണോ എന്ന് ചോദിക്കുകയും ചെയ്യാം. അതിന് തെളിവായി ഫഅറാഹുൽ ആയത്തുൽ കുബ്ര, കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ ദൃഷ്ടാന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മൂസാ നബി അവിടെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ വടി താഴെയിട്ട് പാമ്പാക്കുന്ന കാണിച്ചു. വളരെ വേഗം അല്ലാഹു അത് പറഞ്ഞു പോയി. ഫഖദ്ദബ ബഅസ, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാതെ അവനത് നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തു, ധിക്കരിച്ചു കളയുകയും ചെയ്തു. തുമ്മ അദ്ബറ യസ്അ, പിന്നെ അവൻ പിന്തിരിഞ്ഞു പോയി ഈ എതിർ പ്രവർത്തനത്തിന്. മൂസാ നബിയുടെ ഈ സത്യപ്രബോധനത്തിന് എന്തൊക്കെ എതിർ പ്രവർത്തിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടി അവൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി. ഫഹശറ ഫനാദ, രണ്ട് വാചകങ്ങളിൽ ഒരു വലിയ സംഭവം പറയാം. നാട്ടിൽ മുഴുവൻ ആളവെട്ട് ജാലവിദ്യക്കാരെയൊക്കെ ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്. ഒരു മനുഷ്യന് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധിക്കാരം എന്നത് അവൻ സ്വയം രക്ഷിതാവായി ചമയുക എന്നുള്ളതാണ്. അന റബ്ബുകുമുൽ അഅല, ഇതിനു മുമ്പ് ആരും തന്നെ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ലായിരുന്നതാണ്. ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ് എന്ന് അവൻ ജനങ്ങളോട് പറയും. ഞാനില്ലാത്ത ഏതെങ്കിലും ഒരു രക്ഷിതാവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളെ ഞാൻ കൈകാലുകളിൽ എതിർവശത്തായി ഛേദിച്ചുകൊണ്ട് കുരിശിലേച്ചു കളയും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അപ്പോഴല്ലേ പിടിക്കുന്നത് ഒരുപാട്, പക്ഷെ അത് വളരെ ഹ്രസ്വമായെന്ന് പറയാം. ഈ ഭൗതിക ജീവിതത്തിലെ ശിക്ഷക്കും പരലോകത്തെ ജീവിത ശിക്ഷക്കും വേണ്ടി അവനെ നാം പിടിച്ചു. ഇന്ന ഫീ ദാലിക ലഇബറതൻ ലിമൻ യഖ്ശ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഇതിൽ യഥാർത്ഥത്തിൽ വലിയ ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഭൗതികമായി എല്ലാ സമൃദ്ധിയുടെ മടിത്തട്ടിലാണ് യഥാർത്ഥത്തിൽ ഫിറഔൻ രാജകുടുംബം ജീവിച്ചത്. അധികാരമാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ അധികാരം അന്ന് ആ ചക്രവർത്തിക്കുണ്ടായിരുന്നു. പണമുണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, സമൃദ്ധി ഉണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അവരുടെ ജീവിത വിജയത്തിന് ഉപകരിച്ചില്ല എന്നതാണ്.
ചെങ്കടലിൽ മുങ്ങി മരിച്ചു. അവസാനം ഇവിടെ ധിക്കാരിയായ ഭരണാധികാരിയുടെ ഒരു ഉദാഹരണമായി ശവശരീരം അവശേഷിക്കപ്പെടുന്ന തരത്തിൽ മാറിപ്പോയിരുന്നു. ഇപ്പൊ ലോകത്ത് അധികാരമുള്ളത്, സാധാരണക്കാരുടെ കഥ പറയുമ്പോൾ അധികാരികൾ മാറുന്നു. അപ്പൊ ഏറ്റവും വലിയവന്റെയും ഏറ്റവും അധികാരമുള്ളവന്റെയും ഏറ്റവും സമ്പൽ സമൃദ്ധമായി ജീവിച്ചവന്റെയും കാര്യം പറഞ്ഞാൽ എല്ലാം അതിലുൾപ്പെടും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ. എല്ലാവിധ സൗഭാഗ്യങ്ങളും അധികാരങ്ങളും ഉണ്ടായി, കഴിവും ശേഷിയും പട്ടാളവും കൊട്ടാരവും ഒക്കെ ഉണ്ടായി. എന്നിട്ടും യാഥാർത്ഥ്യത്തെ ധിക്കരിച്ച മനുഷ്യന് ഈ ഭൂമിയിൽ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി ചാവേണ്ടി വന്നു. അവൻ നിനക്ക് പിന്നിൽ വരുന്ന ആളുകൾക്ക്, സ്വേച്ഛാധിപതികൾക്ക്, അഹങ്കാരികൾക്ക് അവരുടെ പതനം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി നിന്ന് ഞാൻ ഒരു ദൃഷ്ടാന്തമായി ഇവിടെ നിലനിർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായി പറയും, അതായത് എത്രയെത്ര അരുവികളും തോട്ടങ്ങളുമാണ് ആ വലിയ സംസ്കാരത്തിന്റെ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ആ ജനത വിട്ടുപോയത്. ഒരുപാട് പ്രവിശാലമായ കൃഷിയിടങ്ങൾ, നല്ല മാന്യമായ ഉന്നതമായ മണിമന്ദിരങ്ങൾ, ആഹ്ലാദകരമായി അവരനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങൾ. ഒരു കാലത്ത് എല്ലാ ആഹ്ലാദത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും മടിത്തട്ടിൽ ഇങ്ങനെ സമ്പൽ സമർത്ഥമായി ജീവിച്ച ആ ജനതയുടെ പതനമാതനമായപ്പോൾ എല്ലാം അവർ വിട്ടുപോവുകയാണ് ഉണ്ടായത്. എല്ലാം നശിച്ച് നാമാവശരം. കദാലിക ഔറത്നാ ഖൗമൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അനന്തരാവകാശമായി അല്ലെങ്കിൽ പിന്തുടർച്ചയായി കൊടുക്കുകയാണ് ഉണ്ടായത്. വല്ലാത്തൊരു സെനൻസ്. ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഈ ഭൂമിയിൽ ഒരുപാട് പ്രതാപം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഈ ആകാശത്തോളം വളരാൻ മോഹിച്ചവരായിരുന്നു. പക്ഷെ അവര് ചെങ്കടലിൽ ചത്തൊടുങ്ങിയപ്പോ ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഒരൽപ്പം പോലും അവരെ പിന്തിക്കുകയും ചെയ്തിട്ടില്ല. അതായത് ഒരു വലിയ സംസ്കാരത്തിന്റെ ഒരു ജനത സത്യനിഷേധം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, ധിക്കാരം കൊണ്ട്, ചൂഷണവും മർദ്ദനവും മനുഷ്യാവകാശ ലംഘനങ്ങളും അതുപോലെ തന്നെ അമിതവ്യയവും ദുർവ്യയവുമൊക്കെ നടത്തി ഈ ഭൂമിയിൽ അഹങ്കരിക്കാവുന്നതിൻ്റെ ഏറ്റവും അത്യുച്ചത്തിലെത്തി ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുന്നത് വരെ എത്തി. അവനെയും അവൻ്റെ അനുയായികളെയും ചെങ്കടലിൽ മുക്കിക്കൊന്ന ഒരു ചരിത്രം മനുഷ്യന്മാരെ നിങ്ങളുടെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ദുന്യാവിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നല്ല തടി തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരീരം ആരോഗ്യം തന്നിട്ടുണ്ട്, അതുപോലെ പണം തന്നിട്ടുണ്ടെങ്കിൽ, ബുദ്ധിയും വിവേകവും കഴിവും വിദ്യാഭ്യാസവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, അതെല്ലാം കൂടെ ദുന്യാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ളതല്ല. അത് ഉപയോഗിച്ച് ആഖിറം എല്ലാ കാലത്തും നിലനിൽക്കുന്ന പരലോക ജീവിതം നേടുന്നതിനു വേണ്ടിയാണ്. അങ്ങനെ നാം നിർദ്ദേശിച്ച് പ്രവാചകന്മാരെയും വിട്ടിട്ട് അത് കേൾക്കാത്ത വലിയ കൊമ്പൻ ഇതാ നിങ്ങളുടെ മുന്നിൽ തളർന്നു കിടക്കുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റത്തുൻ, അതിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട്. അബൂജഹലിനോടും ഉത്ബത്തിനോടും ഷൈബത്തിനോടും വലീദ് ബിൻ മുഗീറയോടും ഒക്കെ നോക്കി പറഞ്ഞ അതേ സംഗതി എന്നും എല്ലാ കാലത്തും ലോകത്തിലുള്ള സമ്പന്നന്മാരോടും പ്രമാണിമാരോടും അധികാരവർഗത്തോടും എന്തെങ്കിലുമൊക്കെ ലഭ്യമായ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി പറയുന്നതിൻ്റെ രൂപമാണ് ഇത്. ആവർത്തിച്ച് പറയുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, വലിയ ആളുകളുണ്ട്, അവരൊക്കെ വലിയ വലിയ ആളുകളാണെന്ന് ധരിച്ചടന്നത്. പക്ഷെ അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ, നിങ്ങളെ സൃഷ്ടിക്കുന്നതാണോ അതേ ഈ പ്രവിശാലമായ ഈ ആകാശം സൃഷ്ടിക്കുന്നതാണോ യഥാർത്ഥത്തിൽ കൂടുതൽ ശക്തി ആവശ്യമുള്ള സംഗതി? അതായത് പ്രയാസരഹിതമായി സൃഷ്ടിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ആകാശത്തിൻ്റെ സൃഷ്ടിയുമായി നോക്കിയാൽ
ഒരിക്കലും നിങ്ങൾ നോക്കിയാൽ നോക്കത്താത്ത, ചിന്തിച്ചാൽ അന്തം കെട്ടാത്ത പ്രവിശാലതയാണ് ഈ പ്രപഞ്ചത്തിനുള്ളത്. അങ്ങനെയുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെയും നാളെ വരാവുന്ന പരലോകത്തിൻ്റെയും സൃഷ്ടാവായ രാജതമ്പുരാൻ ചോദിക്കുന്നു, അല്ല നിങ്ങളെ സൃഷ്ടിക്കുന്നതാണോ അതല്ല ആകാശം സൃഷ്ടിക്കുന്നതാണോ പ്രയാസമുള്ളത്? അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. ആകാശത്തിൻ്റെ വിധാനം നാം നിങ്ങൾക്ക് വേണ്ടി ഉയർത്തി നിർത്തി, അതിനെ നാം ചില വ്യവസ്ഥകളിൽ നിശ്ചയിച്ചു നിർത്തി. ആകാശത്തിങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, ഒരുപാട് സൗരയുധങ്ങളുണ്ട്. ഇവിടെ നമുക്ക് തന്നെ അറിയാം, ബുധൻ, ശുക്രൻ എന്ന് പറഞ്ഞിട്ട് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ സഞ്ചാരപഥത്തിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടായാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഭൂമിയിൽ വേലിയേറ്റവും വേലിയിറക്കുണ്ടാവും, ഭയങ്കരമായ തണുപ്പുണ്ടാവും, ഇത് അടുത്തു വന്നാൽ ചൂടുണ്ടാവും. സൂര്യനെങ്ങാനും 15 കോടി കിലോമീറ്റർ അകലെയാണ് ദൂരം നിൽക്കുന്നത് എന്നാണ് നമ്മളെ ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ കണക്ക്. അതൊരു കുറഞ്ഞ ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി ഇവിടെ ഉണ്ടാവില്ല, എല്ലാം കരിഞ്ഞ് നാമാവശേഷം. കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാലോ, അല്ല ഈ ഭൂമി തന്നെ അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായ ഹിമം, മഞ്ഞുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ യുക്തിപൂർവ്വം കൃത്യമായി നിർണയിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രാവിനെ ഇരുട്ടാക്കി തന്നു, പകലിനെ പ്രത്യക്ഷപ്പെടുത്തി തന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. വൽ അർള ബഅദ ദാലിക ദഹഹ, ഭൂമിയെ നാം അതിനെ വികസിപ്പിച്ചു തന്നു. ഭൂമിയിൽ എന്തെല്ലാം സൗകര്യങ്ങൾ മനുഷ്യന് വേണ്ടി അല്ലാഹു തആല ഉണ്ടാക്കി തന്നു. അഖ്റജ മിൻഹാ മാഅഹ വ മർആഹ, അതിൽ നിന്ന് ഞാൻ സസ്യങ്ങളെയും വെള്ളത്തെയും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു. വെള്ളമില്ലാതെ കഴിഞ്ഞ 2 ആഴ്ച വരെ നമ്മൾ വളരെ കഷ്ടത്തിൽ മഴ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കറിയാവുന്നതാണ്. ഇപ്പം നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു. മനുഷ്യരാര് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ മഴ എന്ന് പറയുന്നത്. അതുപോലെ സസ്യലതാദികൾ നമ്മൾ വിത്തിട്ടാൽ മുളക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഒരു കഴിവുണ്ടല്ല, വിത്ത് മുളയ്ക്കാനുള്ള സംവിധാനം സൗകര്യമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചിരുന്നു. വൽ ജിബാല അർസഹ, ഭൂമി നിങ്ങളെയും കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ ഈ പർവ്വതങ്ങൾ അതിൽ ഉറപ്പിച്ചു നിർത്തി. മതഅൻ ലക്കും വലിയ അനാമിക്കും, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുമുള്ള ഒരു താൽക്കാലികമായ ഒരു ജീവിതോപാധിക്ക് വേണ്ടിയാണ്, ഉപജീവനത്തിന് വേണ്ടിയാണ്. ഫൈദാ ജാഅത്തി ത്വാമത്തുൽ കുബ്ര, ഇനി ഒരു മഹാവിപത്ത് ഇതിന് സംഭവിക്കാനുണ്ട്. അതെങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നന്ദി കാണിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അന്ന് മനുഷ്യൻ ഓർക്കും അവൻ ചെയ്തു വെച്ച പ്രവർത്തികളുടെ അനന്തരഫലത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവും. വബുർരിസത്തുൽ ജഹീമു ലിമൻ യുറ, അതായത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് നരകം വളരെ കൃത്യമായി. വബുർരിസത്തുൽ ജഹീമു ലിമൻ യറ, കാണാൻ കഴിയുന്നവർക്ക് നരകത്തെ ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരും. ഇവിടെയാണ് കാര്യം പറയുന്നത്. ആരെങ്കിലും അതിര് കവിയുകയും ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുകയും ചെയ്താൽ, ഫറവനെ പോലെ അതുപോലെ ഉള്ള വേറെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് അയാളുടെ മന്ത്രിയും ഏറ്റവും വലിയ പണക്കാരനുമായ ഖാറൂൻ മുതലാളി, ഹാമാൻ എന്ന മന്ത്രി, ഇവരെ പോലെ അതിര് കവിഞ്ഞുകൊണ്ട് ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകിയാൽ, അപ്പൊ നമ്മുടെ പ്രാമുഖ്യം ഏതിനായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഭൗതിക ജീവിതത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതാണെങ്കിൽ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ, കത്തിയാളുന്ന നരകമായിരിക്കും അവനുള്ള അവസാന അഭയ സങ്കേതം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, അല്ലാഹുവിന്റെ ഔന്നത്യമായ സ്ഥാനത്തെ ബഹുമാനിച്ചാദരിച്ചുകൊണ്ട് ആരെങ്കിലും നഹൻ നഫ്സ അനിൽ ഹവാ, അവന്റെ നഫ്സിനെ അതായത് മനസ്സിനെ ഇച്ഛകളിൽ നിന്ന് ദേഹേച്ഛകളിൽ നിന്ന് തടഞ്ഞു നിർത്തിയാൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അവന്റെ അവസാന ഗേഹം ശാന്തിയുടെ സ്വർഗമായിരിക്കും. ഇതെല്ലാം പറയുമ്പോൾ യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിസ്സാഅതി അയ്യാന മുർസഹ, ഈ നീ പറയുന്ന ഈ ലോകാവസാനം എപ്പോഴാണ് വരുന്നത് എന്ന്. സമയം എപ്പോഴാണ് നങ്കൂരമിടുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സമയം എപ്പോഴാണ് നിൽക്കുന്നത്. ഈ പ്രപഞ്ച പ്രവർത്തനം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, രാവും പകലുമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളൊന്ന് പുറത്തുനിന്ന് വീക്ഷിച്ചാൽ രാവ് പകലിനെ തേടിയും പകൽ രാത്രിയെ തേടിയും ഓടുന്ന മനോഹരമായ കാഴ്ചയാണ് ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇതെപ്പോഴാണ് നിൽക്കുന്നത്? അയ്യാന മുർസഹ, കപ്പൽ നങ്കൂരിടുന്നതിന് റസ ഇർസ മുർസ എന്ന് പറയും. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസഹ, എപ്പോഴാണ് ആ സമയം വന്നെത്തുക, ഈ സമയം എപ്പോഴാണ് നിൽക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് ചോദിക്കുക. നമ്മളോട് പറയുന്ന കോലത്തിൽ റസൂലിന് ഫീമ അൻത മിൻ ദിക്റഹ, അതിനെക്കുറിച്ച് നീ എന്തു പറയാനാണ്? ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ പറയുന്ന ഒരു പ്രവാചകനാണ് നീ. എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്നുള്ള വിവരമൊക്കെ നിനക്കുണ്ട് എന്ന് വിചാരിച്ച അവരോട് ചോദിക്കുന്നത്. നിനക്കതിനുള്ള വിവരമൊന്നും നാം തന്നിട്ടില്ല. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശഹ, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നത് ആരാണ്? അവനെ താക്കീത് നൽകുക മാത്രമാണ് മുഹമ്മദേ നിനക്ക് നാം ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് കഅന്നഹും യൗമ യറൗനഹ ലം യൽബസൂ ഇല്ലാ അശിയ്യതൻ ഔ ദുഹഹ, ആ സമയം അവർ കാണുമ്പോൾ ഈ ഭൂമിയിലെ മൊത്തം ജീവിതം ഒരു പ്രദോഷമോ അല്ലെങ്കിൽ പൂർവാന്നമോ സമയമായിരിക്കും, ഒരു ദുഹാ സമയമോ അല്ലെങ്കിൽ ഒരു പ്രദോഷ സമയമോ മാത്രമേ അവർ 60, 70, 100, 110 ഒക്കെ വർഷം ഇവിടെ ജീവിച്ച ആളുകൾ അവർ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഈ ദുന്യാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നും. ഈ ദുന്യാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ദുന്യാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മനുഷ്യനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. സൗന്ദര്യം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഒരുപാട് സംഗതികൾ. ഇതെല്ലാം ശാശ്വതമാണ് എന്ന ധാരണയിൽ ആരെങ്കിലുമൊക്കെ ഇതിനെ അത്യാശയോടെ ഉപഭോഗം നടത്തിയാൽ, അമിതോപഭോഗം നടത്തിയാൽ അവൻ്റെ അന്തിമഗേഹം നരകമായിരിക്കുമെന്ന് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാ, ജനങ്ങൾക്ക് അത്യാശ നൽകപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അതായത് ദുരാഗ്രഹവും അത്യാർത്തിയും ഒക്കെ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ. ആണുങ്ങൾക്ക് പെണ്ണും പെണ്ണിനാണുമെന്നാണ് ഇതിന് പണ്ഡിതന്മാരുടെ അഭിപ്രായം. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്, ഷഹവാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അമിതാഗ്രഹം, താല്പര്യം, ലെസ്റ്റ്, പാഷൻ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്നതാണ്. അത്യാശ, ആശയ്ക്കപ്പുറമുള്ള താല്പര്യം, ദുരാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. മിനന്നിസായി, പെണ്ണ്, വൽ ബനീന, സന്താനങ്ങളെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാനുള്ള മനുഷ്യന്റെ ത്വര ഭയങ്കരമാണ് എന്നുള്ളതാണ്. വൽ ഖനാതീറിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ, അതായത് വലിയ കൂമ്പാരമായി കൂട്ടിയിരിക്കുന്ന സ്വർണവും വെള്ളിയും ഒക്കെ. അത് അന്നത്തെ നാണയങ്ങൾ, ഇന്ന് ബാങ്ക് ബാലൻസ് ആയിരിക്കും. അന്നത്തെ നാണയങ്ങളെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. വൽ ഖൈലിൽ മുസവ്വമ, നല്ല മേത്തരം കുതിരകൾ. ഇന്ന് നമ്മൾ ഏറ്റവും നല്ല കാറുകൾ എന്ന് പറയുന്നതാണ് നല്ലത്. BMW അല്ലാത്ത W അതുപോലെയുള്ള ഒരു കാറുകളാണ്. നമുക്കറിയാം അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളിൽപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾ ഓടി നടക്കുന്നുണ്ട് BMW ഒക്കെ ആയിട്ട്. അവരെ സംബന്ധിച്ചുള്ള ഖൈലിൽ മുസവ്വമ എന്ന് പറയുന്ന നേർക്ക് നേരെ അവർ സംബോധന ചെയ്യുന്നതാണ്. ഓടിയില്ലാതെ BMW ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം കണക്കെഴുതണമല്ലോ. ഈ കണക്കെഴുതുമ്പോൾ അത് എടുത്ത് 6 മാസം കഴിയുമ്പോൾ അടുത്തത് വരും. ഉടനെ തന്നെ ഇത് മാറ്റിയിട്ട് വേറൊന്ന് വാങ്ങും. ഇത് ഇസ്രാഫ് അല്ലെങ്കിൽ തബദീർ അല്ലെങ്കിൽ ഫിർഔന്റെ കൊട്ടാരത്തിലുള്ള പ്രമാണിമാർ കാണിച്ചിരുന്നത് പോലെയുള്ള പ്രവൃത്തി അല്ലെങ്കിൽ മറ്റെന്താണ് എന്ന് ഇത് ചെയ്യുന്ന ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതാണെന്നുള്ളത്. അതായത് അത് നമുക്ക് അത്യാശ ഉള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു പുതിയ ബ്രാൻഡ് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്രാൻഡിന് 6 മാസമായിപ്പോയി, അതുകൊണ്ട് പുതിയ ബ്രാൻഡുമായി അങ്ങാടിയിലൂടെ ഞാൻ നടന്നില്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസിന് മോശമാണ്, അതുപോലെ അല്ലെങ്കിൽ എനിക്കെന്തോ കച്ചവടത്തിൽ ചെറിയ ഡിമ്മ് വന്നിട്ടുണ്ട്, എപ്പോഴും കാർ മാറ്റുന്ന മുതലാളി പുതിയത് വന്നിട്ട് മാറ്റിയില്ലെന്ന് നാട്ടുകാർ പറയും, അതുകൊണ്ട് ഞാൻ മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്നത് ഖാറൂന്റെ മനോഭാവമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എടുത്തു പറയാം. കാരണം അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ് എന്ന് അല്ലാഹു തആല എടുത്തു പറയുന്നു. കാരണം അറബികൾക്ക് മേത്തരം കുതിരകൾ, ഏറ്റവും നല്ല കുതിരകൾ. എന്തെങ്കിലും ഒരു രോഗം വരികയോ ക്ഷീണം വരികയോ ചെയ്താൽ ഉടനെ തന്നെ അത് മാറ്റിയിട്ട് അവർക്ക് സഞ്ചരിക്കാൻ, യുദ്ധത്തിനല്ല, അവർക്ക് സഞ്ചരിക്കാനും കച്ചവടം ചെയ്യാനും ഏറ്റവും നല്ല മേത്തരം കുതിരകൾ വാങ്ങുന്ന അതേ കട്ടറബിയുടെ അതേ സംസ്കാരം തന്നെയാണ് ആധുനിക ലോകത്ത് നമ്മുടെ കാലഘട്ടത്തിലെ ഈ ഇങ്ങനെ കാറുകൾ. എനിക്ക് ആകെ ഒരു BMW ഒരു പേരേ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത്. അത് ഇങ്ങനെ ഈ BMW ഉള്ള ആളുകൾക്ക് ദേഷ്യം പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ വൽ ഖൈലിൽ മുസവ്വമ, അതായത് സഞ്ചരിക്കും എത്തരം കുതിരകള് മനുഷ്യ മനസ്സിനെ ഇങ്ങനെ അത്യാർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചാണ്. അതിനവിടെ തടഞ്ഞു നിർത്തിയിട്ട് അതിനുവേണ്ടി ലക്ഷങ്ങൾ വെറുതെ കളയുന്നത് ഉപേക്ഷിച്ചുകൊണ്ട് ആ പണം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് മുടക്കാൻ ഹൃദയം സമ്മതിക്കുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ പൂർത്തിയായി എന്ന് പറയാൻ കഴിയും. വൽ അൻആമു വൽ ഹർദ്,
കാലികളും കൃഷിയിടങ്ങളെന്നുണ്ട്. കാലികൾക്ക് പകരം ഫാക്ടറികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ശരിക്ക് ഓരോരുത്തർക്കും ഫാക്ടറികൾ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ, ഫേംസ്, ഒരുപാട് ടെക്സ്റ്റൈൽ ആയാലും ഗോൾഡ് മാർക്കറ്റ് ആയാലും ഫേംസ്, ഇതുള്ള സംഗതികളുണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിനോട് മനസ്സിന് വല്ലാണ്ടൊരു തവസുയിന്ന, അതായത് മനുഷ്യ മനസ്സിനത് അലങ്കാരമാക്കിപ്പെട്ടിരിക്കുന്നു, അത് ആർഭാടമായി അലങ്കാരമായി ഉത്തമമായി തോന്നിയിരിക്കുന്നു എന്നുള്ള ഇതെല്ലാം എണ്ണി പറഞ്ഞിട്ട് ഇതൊക്കെ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്, ഐഹിക ജീവിതത്തിന്റെ മോടി മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അല്ലാഹ് പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നിനക്ക് നൽകിയത് തമ്പുരാനായ ഉടയ തമ്പുരാനാണ്, അല്ലാഹുവാണ്. ഇത് ഇവിടെ പാവങ്ങളായ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന നാട്ടിലാണ് നീ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിന്റെ ജീവിത നിലവാരം ഇവിടെയുള്ള സാധാരണക്കാരനേക്കാൾ വലിയ ഉയരത്തിലാക്കിയിട്ട് ഡമ്പും അഹന്തയും ഒന്നും കാണിച്ച് ഈ ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് കളഞ്ഞാൽ ജീവിതം നശിച്ചു പോകും. ഇതൊന്നും നിനക്ക് ആരും ഖബറിലേക്ക് ഇവിടെ കാറ് കൊണ്ടുപോയത് നമുക്കറിയില്ല എന്നുള്ളതാണ്. റോൾസ് റോയ്സ് ഒരുപാടുണ്ടായിരുന്ന 34 റോൾസ് റോയ്സ് ഉണ്ടായിരുന്ന ഹൈദരാബാദ് നൈസാം 3 കഷ്ണം തുണിയിലുമാണ് യഥാർത്ഥത്തിൽ പോയത് എന്നുള്ളതാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ അംബാസഡറായി പോയ കൃഷ്ണമേനോന് ഉള്ള കാറ് മോശമായി, അത് ഇറങ്ങി കൃഷ്ണമേനോൻ ഡ്രൈവർ ഓടിക്കുമ്പോൾ കൃഷ്ണമേനോന് ഇറങ്ങി തള്ളേണ്ടി വന്നു. അത് നാണക്കേടാണെന്ന് ജവഹർലാൽ നെഹ്റുവിന് എഴുതി. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു അതിന് എന്താണ് ഒരു പരിഹാരം. പട്ടേൽ പറഞ്ഞു നമുക്ക് നൈസാമിനോട് ഒരു കാർ ചോദിച്ചു നോക്കാം. അന്ന് ഇന്ത്യയിൽ 34 റോൾസ് റോയ്സ് കാറുള്ള ഏക മനുഷ്യൻ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ, പണക്കാരൻ അന്ന് ഹൈദരാബാദ് നൈസാമായിരുന്നു. അങ്ങനെ നെഹ്റുവിന്റെ റെക്കമെൻഡേഷനിൽ പട്ടേല് ഹൈദരാബാദിൽ ആളെ വിട്ട് ഒരു കാർ വാങ്ങി ബോംബെയിൽ കൊണ്ടുപോയി കപ്പലിൽ കയറ്റി ലണ്ടനിൽ അയച്ചു വന്ന് ഇന്ത്യ ചരിത്രത്തിലുള്ള ഒരു കഥയാണ്. ആ 34 റോൾസ് റോയ്സ് കാർ ഉണ്ടായിരുന്ന നൈസാം യഥാർത്ഥത്തിൽ 3 കഷ്ണം തുണിയുമായിട്ടാണ് മക്ബറയിലേക്ക് പോയത് എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ നമ്മുടെ മുന്നിൽ തുടിച്ചു നിൽക്കുന്നുണ്ട് എന്ന്. അതുപോലെ ഓരോ സംഗതിയും ഇവിടെ ഓരോന്നും വെച്ച് ജീവിതാസ്വാദനം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഈ ഭൂമിയിലൂടെ നടന്നു പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ പലതുമൊക്കെ നൽകിയിരുന്നു. അവരതുകൊണ്ട് ഭയങ്കരമായ പൊങ്ങച്ചം കാണിച്ചു, അഹങ്കാരം കാണിച്ചു, ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു. അല്ല എനിക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് ഞെളിഞ്ഞു നടന്നു. അങ്ങനെ നല്ല നല്ല ഭക്ഷണവും നല്ല നല്ല സൽക്കാരങ്ങളും എല്ലാം ചെയ്തു. അതെല്ലാം ചെയ്തിട്ട് അവസാനം അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ അവർക്കൊന്നും ഉണ്ടായില്ല, അവർക്ക് നാശമായിരുന്നു. ഇത് നിങ്ങൾക്കൊരു പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാല ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പാഠമുള്ളത് ശരിക്ക് പഠിക്കുന്നവൻ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടാവുന്ന ഭയഭക്തി ആദരവുകളുള്ളവനാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. യഥാർത്ഥത്തിൽ ഇതൊക്കെ കേട്ടിട്ട് ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ഭയമുണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈമാനുള്ളത്. അങ്ങനെ ഈമാനുള്ള വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി. സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. أيها الإخوة الأحباب أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതം ഒരല്പം ഗൗരവമുള്ള സംഗതിയാണ്. സൂക്ഷ്മത പാലിച്ചാൽ എന്നും രക്ഷപ്പെടാം. അതല്ല ഇതൊരു തമാശ പോലെ അല്ലെങ്കിൽ അത്ര ഗൗരവമില്ലാത്തൊരു കാര്യമായിട്ട് എടുത്താൽ കാര്യം പോകാം. വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് വെറുതെ വിടില്ല എന്ന് അല്ലാഹു തആല പറയും.
ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ പരീക്ഷിക്കാതെ നാം വിടുമെന്ന്? വിടൂല. വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ള ആളുകളെയൊക്കെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഇതുപോലെ അധികാരം കൊടുത്ത്, പ്രതാപം കൊടുത്ത്, വാഹന സൗകര്യം കൊടുത്ത്, അത് ഒരുപാട് സംഗതികൾ കൊടുത്തിട്ട് പരീക്ഷിക്കും. പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. അധികം ആളുകളും പരാജയപ്പെട്ടു. വളരെ കുറഞ്ഞ ആളുകളെ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മനുഷ്യ മനസ്സിൻ്റെ ഭൗതികമായ സംഗതികളുടെ താല്പര്യത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് ജീവിതം നേരെ കൊണ്ടുപോകാൻ ശ്രമകരമായ ഒരു പണി തന്നെ വേണം. വെറുതെ കിട്ടുന്നില്ല. ഈമാനങ്ങളുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ താല്പര്യങ്ങളെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് അങ്ങോട്ട് പോകാൻ വാഴ പറയാൻ എളുപ്പമാണ്, എഴുതി വെക്കാനും എളുപ്പമാണ്. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും മുന്നിൽ വരുമ്പോൾ മനസ്സിൻ്റെ താല്പര്യങ്ങളെ ഒതുക്കി വെച്ച് അതിൻ്റെ വേദന സഹിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ഉറച്ചു നിൽക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് സഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം വാഗ്ദാനം ചെയ്തത്. വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം വയലമനല്ലാഹു അല്ലദീന സദഖു വയലമന്നൽ കാദിബീൻ. എന്തിനാണ് ഈ പരീക്ഷണം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വ്യക്തമായി തിരിച്ചറിയാം. അറിഞ്ഞുകൂടാത്തോണ്ടൊന്നും അല്ല, അത് അള്ളാഹിൻ്റെ ഒരു പോളിസിയാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതുകൊണ്ട് അവനെ ശിക്ഷിക്കൂല. തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ ധിക്കാരം കാണിച്ച് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനെ ശിക്ഷിച്ചാൽ മതി എന്ന് അള്ളാഹു തആല തീരുമാനിച്ചു. അതുകൊണ്ട് നല്ല മനസ്സുള്ള എല്ലാ ആളുകൾക്കും എന്നും ചാൻസാണ്. ഇതുവരെ ചെയ്തതും കുഴപ്പമുണ്ടാക്കിയതും ഒക്കെ അള്ളാഹു തആലക്ക് വേണ്ടി അള്ളാഹ് പടച്ചതമ്പുരാന് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും പുറത്തു തരും. നമ്മൾ നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിലും ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ, വീട് വെക്കണ കാര്യം വരുമ്പോൾ, കാറ് വാങ്ങണ കാര്യം വരുമ്പോൾ, ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ, ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീടും അവൻ്റെ സൽക്കാരങ്ങളും അവൻ്റെ അനുഷ്ഠാനങ്ങളും അവൻ്റെ വാഹനവും അതൊക്കെ നോക്കിയാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പറയുന്നത് ഞാൻ വിശ്വാസിയാണ് എന്ന് ഇങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സത്യമാണോ ഇല്ലേ എന്നുള്ളത് പ്രായോഗിക ജീവിതത്തിൽ തെളിയിക്കാനാണ് ഇത്തരം സൗഭാഗ്യങ്ങളെല്ലാം കൊടുക്കുന്നത് എന്ന്. ചില ആളുകൾ കൊടുക്കാതെ അല്ലാഹു തആല പരീക്ഷിക്കും. അപ്പോൾ ക്ഷമ പാലിക്കണമെന്നുള്ളതാണ്. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറയിൽ നിന്ന് റസൂലിൽ നിന്ന് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇമാം നസായിയും തിർമിദിയും അതുപോലെ അബൂദാവൂദും പറയുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹ് സ്വർഗം സൃഷ്ടിച്ചു. ഒരു പ്രത്യേക രീതിയിലൊരു ചിത്രീകരണം. അല്ലാഹു തആല സ്വർഗം സൃഷ്ടിച്ചു. എന്നിട്ട് ഖാലല ജിബ്രീൽ, ജിബ്രീലിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോയി ആ സ്വർഗം എങ്ങനെ ഉണ്ടെന്ന് നോക്ക് ജിബ്രീലേ എന്ന് പറഞ്ഞു. ഫദഹബ ഫനളറ ഇലൈഹ ഇലാ മാ അഅദ്ദല്ലാഹു ലിഅഹ്ലിഹ, ജിബ്രീൽ പോയിട്ട് സ്വർഗം നോക്കി അതിൻ്റെ ആളുകൾക്ക്, അതിൻ്റെ അഹലുകാർക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഭയങ്കരമായ സൗഭാഗ്യങ്ങളെയൊക്കെ നോക്കിയിട്ട് സുമ്മ ജാഅ, അല്ലാഹുവിന്റെ അടുത്ത് മടങ്ങി. വഖാല ഐ റബ്ബി വബിഇസ്സതിക, എൻ്റെ രക്ഷിതാവേ നിന്റെ പ്രതാപമാണ് സത്യം. ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ, ആ സ്വർഗത്തെക്കുറിച്ച് കേട്ടാൽ ആരും അതിൽ കടക്കാതിരിക്കൂല, കടക്കാൻ ആഗ്രഹിക്കാതിരിക്കൂല എന്നാണ്. അതായത് സ്വർഗത്തെക്കുറിച്ച് കേട്ടാൽ മനോമോഹനമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും അതിൽ കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും എന്നത്. അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യുന്നറിയാം, സുമ്മ ഖഫഹാ ബിൽ മക്കാരി, അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു മറ കെട്ടി, ഒരു മറയിട്ട്, ഒരു മതിൽ കെട്ടിയെന്ന് ചില ഹദീസ്, മറയിട്ടു, മനുഷ്യന് അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ടൊരു മറയിട്ടു. അതായത് കൃത്യമായി നീതി പാലിക്കുക. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലേ, സ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ, നീതി, അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഈ സംഗതികളിൽ അതുകൊണ്ടൊരു മറയിട്ടു. എന്നിട്ട് പറഞ്ഞ് ഇദ്ഹബ്, നീ ഒന്ന് പോവാ. ഖാല ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, അദ്ദേഹം അല്ലെ ജിബ്രീലിനോട് പറഞ്ഞ് നീ ഒന്ന് പോയി നോക്കുക. അപ്പൊ ജിബ്രീൽ അവിടെ പോയി നോക്കി. എന്നിട്ട് തിരിച്ചു വന്ന് പറയാ, ثم جاء فقال اي رب وعزتك لقد خشيت ان لا يدخلها احد. പടച്ച തമ്പുരാനെ നിന്റെ പ്രതാപമാണ് സത്യം,
ഈ ഒരു പ്രയാസകരമായ കാര്യങ്ങളെയൊക്കെ അതിജയിച്ചുകൊണ്ട് ആരും അതിൽ കടക്കാനുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നത് ഞാൻ ഭയക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗം മക്കാരി കൊണ്ട് മറച്ചിരിക്കുകയാണ്. സ്വർഗം കിട്ടണമെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇഷ്ടമില്ലാത്ത പല സംഗതികളെയും അതിജയിച്ച് പ്രവർത്തിച്ചു പോയാലേ സ്വർഗം ലഭിക്കൂ എന്ന് പറഞ്ഞു. ഖാല ഫലമ്മാ ഖലഖല്ലാഹു നാർ, റസൂൽ പറയാ, തുടർന്ന് പറയാ, നരകം സൃഷ്ടിച്ചപ്പോ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല യാ ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ ആ നരകത്തിലേക്കൊന്ന് പോയി നോക്ക് ജിബ്രീൽ എന്ന് പറഞ്ഞു. ഫനളറ ഫദഹബ ഫനളറ അയ്റബു വഇസതിക ലാ യസ്മഅ ബിഹാ അഹദുൻ ഫയദ്ഖുൽഹാ. അതായത് നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ജിബ്രീൽ പറയാ, ആരെങ്കിലും അതിനെക്കുറിച്ച് കേട്ടാൽ അങ്ങോട്ട് കടക്കാൻ ആരും ആഗ്രഹിക്കൂല. ഫഖഫഹാ ബിശ്ശഹവാത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഇഷ്ടബോധ്യ വസ്തുക്കൾ കൊണ്ട് ഒരു മറാണ്ടിട്ടു. ثم قال يا جبريل اذهب فانظر اليها وذهب فنظر اليها فقال اي رب وعزتك وبعزتك لقد خشيت ان لا يبقى احد الا دخلها. അതായത് മനുഷ്യന് അനുഭൂതി തരുന്ന ഷഹവാത്ത്, ആ ഷഹവാത്താണ് ഇവിടെ പറഞ്ഞത്. പെണ്ണുങ്ങൾ, അതായത് നല്ല നല്ല നേരത്തെ പറഞ്ഞ ആ സംഗതികളെ, നല്ല സ്വർണം, വെള്ളി, കൂമ്പാരങ്ങള്, മക്കള്, പെണ്ണുങ്ങള്, കൃഷിയിടങ്ങള്, മേത്തരം, കുതിരകള്, അത് അന്നത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ നല്ല വീട്, സ്ഥാനം, കാറ്, അതുപോലെയുള്ള കുറെ സംഗതികളുണ്ട്. നരകങ്ങ് മറച്ച്. എന്നിട്ട് ജിബ്രീലിനടുത്ത് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു. ജിബ്രീൽ പോയിട്ട് പറയാ, പടച്ച തമ്പുരാനെ, ആ ഇതിനെങ്ങാൻ ആരെങ്കിലും കണ്ടാൽ എല്ലാവരും അതിൽ ചെട്ടി വീണിട്ട് ഈ നരകത്തിൽ കടക്കാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. സുബ്ഹാനക യാ കരീം. അതായത് നരകത്തിലേക്കുള്ള ഒരു വഴിയുണ്ടല്ലോ, ആ വഴി യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് ഈ ഭൗതിക ജീവിതത്തിന്റെ ആർഭാടാലങ്കാരങ്ങൾ, ഷഹ്വാത്ത്. ആ ഷഹ്വാത്ത് എന്നുള്ള അർത്ഥം ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗതികളൊക്കെ വിവരിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന് ആർത്തി തോന്നുന്ന പല വിഷയങ്ങളും ഒതുക്കി വെച്ച് ഇല്ലാതാക്കി മാറ്റി നിർത്തിയാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്നുള്ളതാണ്. സ്വർഗത്തിൽ മിക്കവാറും മഹാപാവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, റോഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ബൈബിളിലെ സെന്റൻസുകൾ റോഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അശരണരെ, അലംബഹീനരെ, നിങ്ങൾക്കുള്ളത് സ്വർഗരാജ്യമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മൾ ഈ ദുന്യാവില് വളരെ അഗണ്യകോടിയിൽ തള്ളിക്കളയേണ്ട പാവപ്പെട്ട ഏഴകളായ ആളുകൾ, നിസ്കരിച്ചും നോമ്പൊടിച്ചും മാന്യത പുലർത്തി നടത്തുന്ന ആളുകൾ, സദസ്സിൽ വന്നിരുന്നാൽ ആരും മാനിക്കൂല, കയറി വരണത് കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് സലാം പറയാൻ പോലും നോക്കൂല. അങ്ങനെയുള്ള മഹാപാവങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അവരാണ് സ്വർഗത്തിന്റെ അഖിലുകാരിൽ കൂടുതലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭൂമിയിൽ ഒരുപാട് സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ. ഒരു കാര്യം വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. നമുക്ക് നല്ല വീടും നല്ല കാറും നല്ല ആരോഗ്യം കിട്ടുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതുണ്ട് എന്നാണ് മിക്ക പണ്ഡിതന്മാരും പറയുന്നത്. കാരണം ഇതിൽ അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുമ്പോൾ ശിക്ഷയ്ക്ക് പിടികൂടുന്നില്ലെങ്കിൽ, നിയമപരമായോ അല്ലാതെ പിടികൂടുന്നെങ്കിൽ കൂടുതൽ അപകടമുണ്ട് എന്ന് ശിക്കണം. കാരണം ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ ശിക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിരുന്ന് വലിയ വിശപ്പ് അനുഭവപ്പെട്ടു. ആ വിശപ്പ് സഹിക്കവയ്യാതെ റസൂൽ പുറത്തിറങ്ങി. ഇങ്ങനെ ചെറിയ ഇടവഴിയിലൂടെ റസൂൽ മക്കയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അബൂബക്കറിനെ കാണാൻ, എന്താണ് അബൂബക്കറെ ഈ ഉച്ച നേരത്ത് താങ്കൾ ഇങ്ങനെ വെളിയിലിറങ്ങി നടക്കുന്നത് ചോദിച്ചപ്പോൾ, വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യാത്താണ്. ഇത് കള്ളക്കഥയല്ല, ഇത് ഹദീസാണ്. കുറേയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഉമർ നിൽക്കുന്നുണ്ട്. ഉമറിന്റെയും പ്രശ്നം ഇതാണ്. ഇവർ മൂന്നാളും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടക്കുമ്പോൾ ഒരല്പം ജീവിത സൗകര്യമുള്ളൊരു സഹാബിയെ കണ്ടു. ആ സഹാബി വിവരം അന്വേഷിച്ചപ്പോൾ, വിശപ്പുണ്ട്, ഒന്നുമില്ല തിന്നാൻ, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് പെണ്ണുങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ, പ്രവാചകരെ, എൻ്റെ വീട്ടിൽ കുറച്ച് ഭക്ഷണമുണ്ട്, നിങ്ങൾ വന്നാൽ തരാൻ എനിക്ക് സന്തോഷമുണ്ട്. പ്രവാചകൻ ആതിഥ്യം സ്വീകരിച്ചു. അവിടെ പോയി അത്യാവശ്യം തിരക്കേടില്ലാത്ത ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ പ്രവാചകന്റെ നയനങ്ങൾ നനഞ്ഞു. അള്ളാഹുവിന്റെ അടുത്ത് ഇതിന് നിങ്ങൾ തീർച്ചയായിട്ടും കണക്ക് പറയേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അബൂബക്കറും ഉമറും പൊട്ടിക്കരഞ്ഞു പോയി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക.
നമ്മുടെ മുന്നിൽ ഒരുപാട് ജീവിത സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ മുന്നിൽ നോമ്പ് തുറക്കാൻ 3 വിഭവങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്റെ സഹോദരങ്ങളായ സഹാബാക്കരങ്ങൾ ഒരു കാര്യക്ക് കൊണ്ട് നോമ്പ് തുറക്കാൻ കഴിയാത്ത അവസ്ഥ ഞാൻ അവരോടൊപ്പം കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുറഹ്മാന് പണമുണ്ടെങ്കിൽ അത് തിന്നു തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കാതെ അന്നത്തെ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സമ്പന്നൻ എഴുന്നേറ്റ് പോയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും ഒന്ന് തട്ടിച്ചു നോക്കുക. ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ അത് നമുക്കിവിടെ മോന്താനുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആവോളം മോന്തിയാൽ തീർച്ചയായിട്ടും അതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിച്ചു പോകുമെന്ന് ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. ഇതൊന്നും നമുക്ക് അടിച്ചു പൊളിച്ച് ദീപാവലി കൊള്ളിച്ച് കളയാനുള്ളതല്ല. നമ്മൾ ഒരുപാട് ഉപയോഗിച്ചാൽ പട്ടിണി പാവങ്ങളായ ഒരുപാട് ആളുകളുണ്ട്. UN കണക്കനുസരിച്ച് ഭക്ഷ്യക്ഷാമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരാൾ അധികം കഴിച്ചാൽ മറ്റുള്ള ഒരാളിന്റെ ഇതിൽ അളവിൽ കുറയുമെന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറയുമായിരുന്നു, 2 ആളുടെ ഭക്ഷണം 3 ആൾക്ക് മതിയാവും, 3 ആളിൻ്റെത് 4 ആൾക്ക് മതിയാവും എന്നുള്ളത്. അതായത് ഒരാളുടെ ചിലപ്പോൾ 2 ആൾക്ക് മതിയാവും, വെച്ചാൽ 2 ആൾക്ക് മാന്യമായി കഴിക്കാനുള്ളത് ഒരാൾ തന്നെ അടിച്ചുവിടുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, പണത്തിന്റെ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ, ജീവിത സൗഭാഗ്യങ്ങളുടെ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞു പോയ അതായത് ആരെങ്കിലും അതിര് കവിയുകയും ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുകയും ചെയ്താൽ നരകമായിരിക്കട്ടെ അവന്റെ സങ്കേതം. നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ മുഴങ്ങി കേൾക്കാൻ വേണ്ടി ചരിത്രത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മാതൃകയാവേണ്ടവരാണ്. മാതൃകയായി മറ്റുള്ളവരെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടവരാണ്. ക്ഷണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം തടിയെങ്കിലും സലാമത്താവേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സ്വയം രക്ഷപ്പെടണം, കുടുംബക്കാരെ രക്ഷപ്പെടുത്തണം. ഓരോരുത്തരും മിനിമം അത്രയെങ്കിലും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി അൻ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും പുറത്തും അഭാഗ്യത്തരാണ് തമ്പുരാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ച് നിന്നെടുത്ത് എത്തിയ എല്ലാവരുടെയും അപകടങ്ങളെ സ്വർഗ്ഗ പൂന്തോപ്പങ്ങളുടെ പൂന്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ തെറ്റുകൾ പുറത്തും അപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെ നിന്റെ സ്വർഗ്ഗ സോപാനത്തിലെത്തിക്കണേ തമ്പുരാനെ. അകലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ദീൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഏറ്റവും ഉത്തമമായ ജീവിതം ചിട്ടപ്പെടുത്താൻ വരുന്ന റമളാൻ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇബാദത്തുകളിൽ ആത്മാർത്ഥമായി ഒഴുകി അതിൻ്റെ ആസ്വാദനം അനുഭവിച്ചുകൊണ്ട് നിന്നിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണത്തിൻ്റെ വേദന, സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസകരമാക്കണേ തമ്പുരാനെ. അല്ലാഹു ഖബറിനെ പ്രവിശാലമാക്കി തരണേ തമ്പുരാനെ. ആശകളിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗ്ഗത്തിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ദുആ തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായ വിഷമങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടിത്തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.